2024 തന്നെ ഒരു ഹൈലി ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. Consider the following airports: Donio Polo Airport, Kushinagar International Airport, Vijayawada International Airport. In the recent past, which of the above have been constructed as greenfield project? ഒരു ഓപ്ഷൻസിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒരു കോമ്പിനേഷൻ ബേസ്ഡ് ആണ്. എലിമിനേഷൻ വർക്കാവോ എന്ന് നോക്കാൻ പറ്റുന്നതാണ്. ഒരു ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റിനെ പറ്റി ചോദിക്കുമ്പോൾ നമുക്ക് സ്പെസിഫിക്കലി ഇത്രയും ഫാക്ച്വൽ നോളജ് അല്ലെങ്കിൽ നമുക്കൊരു ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റ് ആ റീസെന്റ് പാസ്റ്റിൽ ഉണ്ടായതിനെ പറ്റി പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം എളുപ്പമല്ല. നമുക്കൊരു ഹൈലി റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല ഇത്. ബ്രൗൺ ഫീൽഡ് പ്രൊജക്റ്റ് ഒരുപാട് ഉണ്ടാകും, ഗ്രീൻ ഫീൽഡ് പ്രൊജക്റ്റ് ഇവിടെ ഉണ്ടാകും. പക്ഷെ നമുക്കിവിടെ ഇതിലേക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഡോണിയോ പോളോ എയർപോർട്ട് നമുക്ക് സ്പെസിഫിക്കലി അതിനെ ലിങ്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡേറ്റ നമ്മുടെ കയ്യിലില്ല. കുഷിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട്, കുഷിനഗർ നമുക്കറിയാം ഒരു ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. പക്ഷേ ബാക്കി ഡേറ്റാസോ കാര്യങ്ങളോ ഇപ്പോൾ ബുദ്ധിസമൊക്കെ ആയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണെന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ എക്കണോമിക്കലി അത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്കാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതേസമയം നോക്കുവാണെങ്കിൽ വിജയവാഡ ഇന്റർനാഷണൽ എയർപോർട്ട് ആന്ധ്രാപ്രദേശിലെ ഒരു മേജർ ബിസിനസ് ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രേഡ് റിലേറ്റഡ് ആയിട്ടും എക്കണോമിക്കലി ഹൈലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ വിജയവാഡ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിജയവാഡ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ റീസെന്റ് പാസ്റ്റിൽ ഒരു ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന എയർപോർട്ട് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റ് എന്ന് പറയാൻ നമുക്കറിയാം ഫ്രം സ്ക്രാച്ച് അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഫീൽഡിൽ പുതിയതായിട്ട് സെറ്റപ്പ് ചെയ്തേക്കുന്ന ഒരു പ്രൊജക്റ്റിനാണ് ഗ്രീൻഫീൽഡ് എന്ന് പറയുക. ഇതിന് ഓപ്പോസിറ്റാണ് ബ്രൗൺ ഫീൽഡ് എന്ന് പറയുക. ബ്രൗൺ ഫീൽഡ് എന്ന് പറയുമ്പോൾ അത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിനെ റിനോവേറ്റ് ചെയ്യുന്നതോ എക്സിസ്റ്റിംഗ് ഫീൽഡിനെ തന്നെ മാറ്റി ഡെവലപ്പ് ചെയ്തോ റീഡെവലപ്പ് ചെയ്തൊക്കെ എടുക്കുന്ന ഒരു പ്രൊജക്റ്റിനാണ് ബ്രൗൺ ഫീൽഡ് എന്ന് പറയുക. അപ്പോൾ നമുക്കറിയാം ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് വരുന്ന ഒരു പ്രൊജക്റ്റ് വിജയവാഡ പോലെയുള്ളൊരു അത്രയും ഹൈലി എക്കണോമിക്കൽ ആക്ടിവിറ്റി നടക്കുന്ന ഒരു ഏരിയയുടെ അടുത്ത്, വിജയവാഡ എന്ന് പറയുമ്പോൾ മറ്റൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏരിയ അതിൻ്റെ മേജർ സിറ്റീസുമായിട്ട് പ്രോക്സിമിറ്റിയിൽ കിടക്കുന്ന ഒരു റീജിയനാണ് വിജയവാഡ. അപ്പോൾ നമുക്കൊരു ലോജിക്കലി ഒരു റിസ്ക് എലമെന്റ് ഉണ്ടെങ്കിൽ കൂടിയും ഒരു എലിമിനേഷനിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഒരു ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റിന് ഒരുപക്ഷെ വിജയവാഡ പോലുള്ള അത്രയും ഹൈലി എക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്ന ഒരു ഏരിയയിൽ ഇത്ര റീസെന്റ് പാസ്റ്റ് അല്ലെങ്കിൽ ഈ തൊട്ടടുത്ത കാലഘട്ടത്തിൽ അവിടെ ഒരു ഗ്രീൻഫീൽഡ് എയർപോർട്ട് വരിക എന്ന് പറഞ്ഞാൽ അതൊരു അപ്സൈഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. കാരണം അവിടെ ഒരു മുന്നേ എയർപോർട്ട് ഉണ്ടായിരുന്നായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊന്ന് എലിമിനേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 3 ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനൊന്ന് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന എ ആണ് ആൻസർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റിസ്ക് എലമെന്റ് ഉണ്ട് എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ 1 and 2. അപ്പോൾ നമുക്കിവിടെ ഡോണിയോ പോളോ എയർപോർട്ട് ഗ്രീൻഫീൽഡ് ആണോ അല്ലയോ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് അറിയേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ നമുക്കൊരു വിജയവാഡയുടെ ഒരു എക്കണോമിക് സിഗ്നിഫിക്കൻസ് വെച്ചുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇവിടെ ആൻസർ വന്നിട്ട് 1 and 2 ആണ്. 1 and 2 ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റ് ആണ്. പക്ഷേ വിജയവാഡ റീസെൻ്റ്ലി ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ട്. പക്ഷേ ബ്രൗൺ ഫീൽഡ് എയർപോർട്ടായിട്ടാണ് ഡെവലപ്മെൻറ്റ് നടന്നിരിക്കുന്നത്. കാരണം അതൊരു മുന്നേ ഒരു മിലിറ്ററി എയർബേസ് അല്ലെങ്കിൽ മിലിറ്ററി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മിലിറ്ററി ആക്ടിവിറ്റീസിന് ഉപയോഗിച്ചിട്ടുന്ന ഒരു എയർപോർട്ടായിരുന്നു. പിന്നീട് അതിനെ ഡെവലപ്പ് ചെയ്തൊരു ഇന്റർനാഷണൽ എയർപോർട്ട് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നതാണ്.